നിങ്ങൾ കാണിക്കുന്ന എല്ലാ കൂട്ടായ്മയ്ക്കും സ്നേഹത്തിനുമായി എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. സ്വർഗത്തിലെ കർത്താവ് സർവശക്തനായ ദൈവം സമൃദ്ധിയായ പ്രതിഫലം തന്ന് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. അല്പസമയം നമുക്ക് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സിസ്റ്റർ ഫാനി ഈസ് ഓൺ എ ഷോർട്ട് വെക്കേഷൻ. ഇന്ന് മാന്യ പൈതൽ മിനു പ്രിൻസ് ഫ്രം ഡിട്രോയിറ്റ്, മിനു നമ്മൾ മധ്യത്തിലുണ്ട്. മിനുവിനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. മിനി വുഡ് യു പ്ലീസ്? പ്രൈസ് ലോർഡ്. ഇപ്രാരം സൂം മീറ്റിങ്ങിൽ വരാൻ സാധിച്ചാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച മാത്യുമ്മൻ പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മറ്റ് പാസ്റ്റേഴ്സ്, മറ്റുള്ളവർ എല്ലാവരോടുള്ള എൻ്റെ സ്നേഹം അറിയിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഇത്രത്തോളം നടത്തി ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഹല്ലേലൂയ. കൃപയിന്നത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി. കൃപയിന്നത്യന്തധനം മൺപാത്രങ്ങളിൽ പകർന്നു, നിത്യജീവന്റെ വചനം താഴ്ന്ന നിലത്തു പാകി. നല്ല ഫലങ്ങൾ നൽകുവാൻ വൻകൃപ ചൊരിഞ്ഞു നൽകി. സത്യസഭയെ പോറ്റുവാൻ നൽവരങ്ങൾ പകർന്നു നീ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ഹൃദയത്തിനാഗ്രഹം നൽകി അതരത്തിൻ യാചന കേട്ടു. കാര്യസ്ഥൻ സാന്നിധ്യം നൽകി നാൾ തോറും ഭാരം ചുമന്നു. ഹൃദയത്തിനാഗ്രഹം നൽകി അതരത്തിൻ യാചന കേട്ടു. കാര്യസ്ഥൻ സാന്നിധ്യം നൽകി നാൾ തോറും ഭാരം ചുമന്നു. ഉത്സവമാചരിക്കുന്ന പുരുഷാരത്തിന്റെ ധ്വനിയാൽ വീണ്ടെടുക്കപ്പെട്ട പ്രഭുവിന് സ്തുതി മുഴക്കും. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. തന്റെ ഗംഭീരനാദത്താൽ ദൂതന്റെ കാളധ്വനിയാൽ മേഘങ്ങൾ പിളർന്നുകൊണ്ട് മണവാളൻ വന്നണയുമ്പോൾ. തന്റെ ഗംഭീരനാദത്താൽ ദൂതന്റെ കാഹളധ്വനിയാൽ മേഘങ്ങൾ പിളർന്നുകൊണ്ട് മണവാളൻ വന്നണയുമ്പോൾ. കൊടികളിൽ ഉറങ്ങും ചിലർ നിത്യതയ്ക്കായിട്ടുണരും. നാഥാ കർത്താവേ വരണേ,
നടത്തിയ ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. ഹല്ലേലൂയ.
യേശു രാജൻ വാനമേകെ. ഹല്ലേലൂയ. ആകട്ടെ.
ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഓരോ നാളും നമ്മുടെ മീറ്റിംഗിലേക്കുള്ള നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനുമായി നന്ദി പറയുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പാസ്റ്റർ നാരായണൻ ആണ്. പാസ്റ്റർ ജോയിൻ ചെയ്തിരിക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് എണ്ണപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ട്രൈബൽ സമുദായത്തിൽ നിന്ന് കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുവാനായിട്ട് കർത്താവ് ശക്തമായിട്ട് കഴിഞ്ഞ നാളുകളിലൊക്കെയും ഉപയോഗിക്കുകയും അനേകം സഭകൾ സ്ഥാപിക്കുവാൻ പാസ്റ്ററിനെ കർത്താവ് ബലപ്പെടുത്തുകയും ചെയ്തു. മാവിലൻ തുളു എന്ന ഭാഷയില് അനേകം പാട്ടുകൾ രചിക്കുവാനായിട്ട്, മനോഹരമായ പാട്ടുകൾ രചിക്കുവാനായിട്ട് കർത്താവ് ബലപ്പെടുത്തി. കഴിഞ്ഞ ചില നാളുകളായിട്ട് 8 മാസമായിട്ട് കരൾ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുകയാണ്. എന്നാലും അതിന്റെ നടുവിലും കർത്താവ് ബലപ്പെടുത്തി വീണ്ടും അനേക ഇടങ്ങളിലേക്ക് നിർത്തിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ കഴിഞ്ഞ 8 മാസങ്ങളായിട്ട് കടന്നു പൊക്കോണ്ടിരിക്കുന്നു. കർത്താവ് അതിന്റെ മധ്യത്തില് കർത്താവ് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കണമേ, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഇന്ന് പകൽക്കാലം നമ്മളോട് സാക്ഷ്യവചനമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് എങ്ങനെയാണ് കഴിഞ്ഞ നാളുകളിലൊക്കെയും ഈ ബുദ്ധിമുട്ടുകളുടെയൊക്കെ നടുവിലും കർത്താവ് ശക്തമായിട്ട് ആ പ്രദേശത്ത് ട്രൈബൽ മിഷന്റെ ഏരിയയിലെല്ലാം കർത്താവ് ശക്തമായി പ്രയോജനപ്പെടുത്തുന്നതിനെ പറ്റി കർത്താവിന്റെ ദാസൻ തന്നെ നമ്മളോട് സംസാരിക്കുന്നതാണ്. അതിനായിട്ട് പാസ്റ്റർ നാരായണനെ ക്ഷണിച്ചുകൊള്ളുന്നു. പാസ്റ്റർ നാരായണൻ അൺമ്യൂട്ട് ചെയ്യാൻ പ്രയാസമുണ്ടോ? പാസ്റ്റർ ആ മൈക്കിന്റെ സിമ്പൽ ഒന്ന്. ഹലോ. കേൾക്കാം പാസ്റ്റർ. ഓക്കെ. ഹലോ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ കോണുകളിൽ നിന്ന് കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവ് അവിടുന്ന് അത്ഭുതകരമായി വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് കർത്താവ് ഇടപെടുന്ന തിരുവചനങ്ങളും സാക്ഷ്യങ്ങളും എല്ലാ ജീവിതങ്ങൾക്കും പ്രയോജനമാകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണം. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളെയും സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു കർത്താവിന്റെ നാമത്തിൽ സാഹസിച്ചതിന്മേൽ ജയമെടുക്കുന്നു. ഇതിന് നേതൃത്വം വഹിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും കർത്താവിന്റെ കൃപ ധാരാളമായി പകർന്ന് യോത്സവമായി കർത്താവ് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യം മുതൽ അന്ത്യം വരെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകണം. മുഴുവകത്തും പങ്കെടുക്കണം. വലിയവരെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സന്നിഹിതരായിരിക്കുന്ന ബഹുമാനീയരായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, പ്രത്യേകമായി എന്നെ ഈ സൂം മീറ്റിംഗിലേക്ക് ക്ഷണിച്ച മാത്യു ഉമൻ സാർ, സ്വാഗതം പറഞ്ഞ ഷേർലി ആന്റിക്ക്, അതുപോലെ തന്നെ പാട്ട് ആലപിച്ച കർത്താവിന്റെ ദാസി, ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ദൈവദാസിമാർ, കുടുംബങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ എന്നെ പരിചയപ്പെടുത്തിയത് കണ്ണൂരിൽ കർത്താവിന്റെ വേലയിൽ അതിശക്തമായി ഉപയോഗിക്കുന്ന തമ്പി പാസ്റ്ററും കുടുംബമാണ്. ഇങ്ങനെ ഒരു മീറ്റിംഗിന്റെ കാര്യം എന്നോട് പറയുവാനിടയായത്. ആ കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ണൂരിന്റെ പ്രദേശത്ത് ഒരു 30ഓളം ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾക്കാരെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരികയും
അവരോട് മാറ്റമില്ലാത്ത തിരുവചനം സംസാരിക്കുകയും അവരെ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ്. ഞാനൊരു പാട്ടിന്റെ ഈരടി പാടാം. ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ മരണ വെല്ലുവിളികൾ എന്റെ ജീവിതത്തിൽ മാറി മാറി വേട്ടയാടിയപ്പോൾ ദൈവം തന്ന ചില വരികൾ പാട്ടായി കർത്താവിന്റെ സന്നിധിയിൽ പാടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഒരു നിമിഷം ആ പാട്ട് ശ്രദ്ധിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കും സമയം, കാഹളം ധ്വനിക്കും സമയം, പറന്നു ഒരുങ്ങിക്കുന്നു, പറന്നു പോകാൻ സമയം ഒരുങ്ങിക്കുന്നു, പറന്നു പോകാൻ കാഹളം ധ്വനിക്കും സമയം, കാഹളം ധ്വനിക്കും സമയം, പറന്നു പോകാൻ പറന്നു പോകാൻ സമയം ഒരുങ്ങിക്കുന്നു, പറന്നു പോകാൻ കാഹളം സമയം. ഭയപ്പെടില്ല ഒരു നാൾ, ഭയപ്പെടില്ല 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 ഒരു നാൾ, ഭയപ്പെടില്ല കാഹളം ധ്വനിക്കും സമയം, കാഹളം ധ്വനിക്കും സമയം, പറന്നു പോകാൻ ഒരുങ്ങിക്കുന്നു, പറന്നു പോകാൻ സമയം ഒരുങ്ങിക്കുന്നു, പറന്നു പോകാൻ കാഹളം ധ്വനിക്കും സമയം, കാഹളം ധ്വനിക്കും സമയം. കാലം കഴിയാറാ പറന്നു പോകാൻ സമയം ഒരുങ്ങിക്കുന്നു, പറന്നു പോകാൻ കാഹളം ധ്വനിക്കും സമയം, കാഹളം ധ്വനിക്കും സമയം. പറന്നു പോകാൻ ഒരുങ്ങിക്കുന്നു, പറന്നു പോകാൻ ഒരുങ്ങിക്കുന്നു, പറന്നു പോകാൻ കാഹളം ധ്വനിക്കും സമയം, കാഹളം ധ്വനിക്കും സമയം, കാഹളം ധ്വനിക്കും സമയം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1989 കാസർഗോഡ് കാഞ്ഞങ്ങാട് എണ്ണപ്പാറ പ്രദേശത്ത്
കർത്താവിന്റെ തിരുവചനം കേട്ട് മസിക ചരിത്രം കണ്ട് കർത്താവിന്റെ ക്രൂശീകരണം കണ്ടിട്ടാണ് ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായത്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ ദേശത്തിൽ ഒരു ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ പെന്തക്കോസ് അനുഭവമുള്ളവരാരും ഉണ്ടായിരുന്നില്ല. അന്നൊരു സിനിമ കാണുവാൻ വേണ്ടി, മസിക ചരിത്രം കാണുവാൻ വേണ്ടി കടന്നുപോയതാണ്. അന്നത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ ഇടയായി. മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തില് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരെ ആരും അംഗീകരിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു 89-ല്. ഒരു വലിയ സദ്യകൾ ഒരുക്കി കഴിഞ്ഞാൽ അവസാനമാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ അതിനുശേഷമാണ് ഞങ്ങളെ വിളിച്ച്, സദ്യയാണെങ്കിലും മറ്റ് പ്രവർത്തനമാണെങ്കിലും ഞങ്ങളെ വിളിച്ച് കളത്തിലിരുത്തി ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അത് മറ്റുള്ളവര് മേലാടന്മാരൊക്കെ കസാരയിലും ബെഞ്ചിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണം നിലത്തിരുത്തിയിട്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കർത്താവിനെ സ്വീകരിപ്പാനിടയായി തീർന്നത്. ലോകത്തിലെ സകല ജനങ്ങളും നമുക്കെതിരെ കടന്നു വന്നാലും യേശു എന്ന നായകൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടതായ കാര്യമില്ല എന്ന് എനിക്ക് ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയപ്പോഴും എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് എന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ച ആ മഹാദേയെ ഓർത്ത് എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. 89 കാലഘട്ടത്തില് ദൈവവചനം ശ്രദ്ധിക്കുവാൻ ദൈവം സഹായിച്ചു. ഞാന് കാസർഗോഡ് ജില്ലയിലെ കണ്ണൂർ ഏകദേശം പകുതി ഭാഗത്തോളമുള്ള സ്ഥലങ്ങളില് ആദിവാസികളായിരിക്കുന്ന മാവിലൻ സമുദായത്തിൽ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. ആ സമയത്ത് ഒരുപാട് ആൾക്കാര് യേശുവിനെ അംഗീകരിച്ചത് കൊണ്ട് എന്നെ കുടുംബക്കാര് വെറുക്കുവാനിടയായി, നാട്ടുകാർ വെറുക്കുവാനിടയായി, കൂട്ടുകാർ വെറുക്കുവാനിടയായി. എന്നാലും അതൊന്നും വകവെക്കാതെ യേശു തന്നിരിക്കുന്നതായ വെളിച്ചം എന്റെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾക്ക് ഉണ്ടാക്കുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. കർത്താവിന്റെ തിരുവചനം യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന തിരുവചനം എന്നെ ബലപ്പെടുത്തുവാനിടയായി. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശുവിലൂടെയുള്ള മാറ്റങ്ങളാണ് ഇന്ന് പകലിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഉറപ്പുള്ളവരായി ധൈര്യമുള്ളവരായി തീരേണ്ടതിന് കർത്താവിന്റെ നാമത്തിൽ നിന്നുകൊണ്ട് കർത്താവിന് ഒരു ധീര പോരാളിയായി ജീവിതം അന്ത്യത്തോളം നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇടയാക്കേണ്ടതിന് എളിയവന്റെ പ്രാർത്ഥന നിങ്ങളോട് കൂടെ ഉണ്ടാകും. ധൈര്യപ്പെട്ടിരിക്കുക, ഉറച്ചിരിക്കുക. യഹോവയായ ദൈവം നിങ്ങളോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അതുപോലെ സംഭവിക്കേണ്ടതിന് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ യേശുവിന്റെ തിരുവചനമായി ഈ ദേശത്തിൽ കടന്നു വന്ന ദൈവദാസന്മാർ എന്നെ വന്ന് കാണുകയും എന്റെ പേര് അന്വേഷിക്കുകയും അങ്ങനെ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ കാർഡ് ഞാൻ അവരെ തിരിച്ച് ഏൽപ്പിക്കുകയും അവരൊരു കാർഡ് എനിക്ക് തന്നിരുന്നു. ആ കാർഡ് ഞാൻ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അത് പ്രകാരം ആ അഡ്രസ് മനസ്സിലാക്കിയ ദൈവദാസന്മാർ എന്റെ ഭവനത്തിൽ കടന്നു വരുവാനിടയായി. അന്നത്തെ കാലഘട്ടത്തില് ഒരു കസാര പോലും അവർക്ക് ഇരിക്കുവാൻ കൊടുക്കുവാൻ ഞങ്ങൾ കയ്യിലൊന്നും ഇല്ലായിരുന്നു.
നിലത്ത് ആ ദൈവദാസന്മാർ ഇരുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ വീടുകളിൽ ആരും വരാതിരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രേഷ്ഠന്മാരെന്ന് പറയുന്ന ആൾക്കാര് ആരും വരാതിരിക്കുന്ന കാലഘട്ടത്തിൽ 2 ദൈവദാസന്മാർ വന്നിട്ട് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾ കൊടുക്കുന്ന പാനീയങ്ങൾ അല്ലെങ്കിൽ വെള്ളം അവർ കുടിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, കർത്താവിന്റെ തിരുവചനം പറയുന്നത് പോലെ ദരിദ്രന്മാരെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവം, ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 113 അധ്യായം സങ്കീർത്തനം 113 അതിന്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ദൈവദാസന്മാരോട് കൂടെ ഞാൻ നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാനിടയായി. അങ്ങനെ ആദിവാസികളുടെ ഇടയില് ശക്തമായ തിരുവചനം എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ദൈവത്തെ അവർക്ക് കൊടുക്കുവാനിടയായി. അങ്ങനെ എണ്ണപ്പാറ പ്രദേശത്ത് ഏകദേശം 70-ൽ പരം ആൾക്കാര് 89 കാലഘട്ടങ്ങളിലെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് നേടുവാൻ കഴിഞ്ഞു. ഒരു രാത്രിയില് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ RSSകാരും BJPക്കാരും ഞങ്ങൾ തടഞ്ഞ് ഞങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതായ സഹോദരങ്ങളെല്ലാം ചിതറിയോടുവാനിടയായി. വീണ്ടും ഞാൻ ധൈര്യപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്നു. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ കർത്താവാണ് എനിക്ക് മാറ്റം തന്നത്. നല്ല ഭാഷ സംസാരിക്കുവാൻ കൃപ നൽകിയത് യേശുവാണ്. നല്ല വസ്ത്രം ധരിക്കുവാൻ ഇടയായത് എൻ്റെ കർത്താവിന്റെ നാമത്തിലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. അന്ന് രാത്രിയില് ദൈവദാസന്മാരെയും എന്നെ അടിക്കുവാൻ വേണ്ടി വളരെ ശക്തമായ അവർ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും ദൈവം ഞങ്ങളെ കാത്തു പരിപാലിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരുടെ മുമ്പിൽ പതറുവാനല്ല, യേശു എന്ന നായകൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് നമുക്ക് ജയിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഇരുപക്ഷമില്ല, ഒറ്റപക്ഷമാണ്. എന്നെ കേൾക്കുന്ന ദൈവ ജനങ്ങളെ, കർത്താവ് എത്ര നല്ലവനായ ദൈവമാണ്. അവനെ പോലെ ദയ കാട്ടുന്ന, കരുണ കാട്ടുന്ന, ദരിദ്രരോട് കരുണ കാട്ടുന്ന ഒരു ദൈവം ഉലകത്തിലില്ല എന്ന് എനിക്ക് പറയുവാൻ കഴിയും. 89 മുതൽ ഇതുവരെയും കർത്താവിന്റെ ആത്മാവ് എന്നോട് കൂടെ ഇരുന്നു. ഇതുവരെയും നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അങ്ങനെ 70-ൽ പരം ആൾക്കാർ ചിതറിയോടിയപ്പോൾ ഏകനായി വീണ്ടും ദൈവസന്നിധിയെ ഞാൻ മുട്ടുമടക്കുവാനിടയായി. ഞാനൊരു ഡിസംബർ 25-ന് ജനിച്ചത് കൊണ്ട് എൻ്റെ അയൽവാസി ആയിരിക്കുന്ന ഒരു അച്ചായൻ വന്ന് മാതാപിതാക്കളോട് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളവനല്ല, ഈ മകൻ യേശുവിനുള്ളവനാണെന്ന് പറഞ്ഞ്. കാരണം യേശുവിന്റെ ജന്മദിവസമായിരുന്നു ഡിസംബർ 25 എന്നുള്ളത് ഈ ലോകക്കാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവര് തർപ്പിച്ച് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളവനല്ല, ഇത് യേശുവിനുള്ളവനാണെന്ന്. അങ്ങനെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഇത് ആഴമായി പതിയുവാനിടയായി. സകല ജനങ്ങളും എനിക്കെതിരെ കടന്നു വന്നപ്പോൾ എന്റെ കുടുംബക്കാർ, എന്റെ ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാര്, ഊരിന്റെ പ്രവർത്തകർ എനിക്ക് വിരോധമായി നിന്നപ്പോൾ എന്റെ മാതാപിതാക്കൾ എനിക്ക് അനുകൂലമായി നിൽപ്പാനിടയായി. ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുവാൻ എനിക്ക് കൃപ തന്നു. ആദിവാസികളുടെ ഇടയില് ഒരിക്കലും അങ്ങനെ ഒരു വ്യക്തി നിലനിൽക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഞാനും ഇന്നും പല സ്ഥലങ്ങളിലും വിവിധ ഗ്രാമങ്ങളിലും ഊരുകളിലൊക്കെ ഞാൻ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വളരെ ശക്തമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു ആദിവാസിയെ നമുക്ക് നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവ ജനങ്ങളെ, ദൈവദാസന്മാരെ, ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അനേക സഭകൾ സ്ഥാപിച്ചെടുക്കുവാൻ, അനേക ആദിവാസികളുടെ ഇടയിൽ ഊരുകളിൽ ദൈവസഭകൾ സ്ഥാപിച്ചെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ്
ഈ എളിയവനെ കരങ്ങളെടുക്കേണ്ടതിന് ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മാതാപിതാക്കൾ എനിക്ക് അനുകൂലമായതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കുവാൻ തുടങ്ങി. ഞങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റതിനെല്ലാം അടിമകളായിരുന്നു. പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ തന്നെ എന്റെ യേശുവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും എന്നെ ദൈവം തൊടുവാൻ അനുവദിച്ചിട്ടില്ല. മാതാപിതാക്കൾക്ക് അതൊരു ആവേശമായി മാറി. അന്നത്തെ കാലഘട്ടത്തിൽ, സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ സ്കൂള് ജീവിതം മുന്നോട്ട് കടന്നുപോയപ്പോൾ പലപ്പോഴും ഞാൻ സ്കൂൾ പഠനം നിർത്തി മറ്റു ഏതെങ്കിലും പണിക്ക് പോകാമെന്നൊക്കെ ചിന്തിച്ചു. എങ്കിലും 10ാം ക്ലാസ് വരെ പഠിക്കുവാൻ അന്നത്തെ കാലഘട്ടത്തില് എനിക്ക് കഴിഞ്ഞു. അന്ന് ഒറ്റ ഡ്രസ്സ് കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പോകണം. അതേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് അത് കഴുകി ഉണക്കി വീണ്ടും ചെയ്യണം, വീണ്ടും അത് ഉടുക്കണം. മാത്രമല്ല ആ ഡ്രസ്സൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മുഷിഞ്ഞ ഡ്രസ്സാണ്. ആരെങ്കിലും തന്നെങ്കിൽ ആ ഡ്രസ്സ് ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അന്ന് കീറിപ്പറഞ്ഞ ഈ ഡ്രസ്സുമായി സ്കൂളിലേക്ക് കടന്നു പോകുമ്പോൾ പലരും എന്നെ നോക്കി ചിരിക്കുമായിരുന്നു, കളിയാക്കുമായിരുന്നു. അവിടെയെല്ലാം പിടിച്ചു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ അലഞ്ഞപ്പോഴും യേശു എന്ന നായകൻ എന്നോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവൻ കരുണ കാണിക്കുന്ന ദൈവമാണ്. ദരിദ്രന്മാരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവല്ലാതെ ഉലകത്തിൽ ഒരു ദൈവങ്ങളും ഇല്ല എന്ന് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്. അവൻ എത്ര നല്ലവനായ ദൈവമാണ്. അവന്റെ കരുണ നമ്മളോട് കാണിക്കുന്നതേ ഒരിക്കലും മറന്നു കളയുവാൻ ഇടയാകാതെ വണ്ണം നിങ്ങൾ ഓരോരുത്തരും പിടിച്ചു നിൽക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പിടിക്ക് കരിക്ക് വേണ്ടി ഞാൻ സ്കൂൾ മുറ്റത്ത് നിന്ന്, അന്ന് ആരും ആ കാലഘട്ടത്തിൽ തരി പോലും തരാതെ സ്കൂളിലെ പച്ചവെള്ളം കുടിച്ചിട്ടാണ് ഞാൻ സ്കൂൾ ജീവിതം മുന്നോട്ട് നയിച്ചത്. അന്ന് പഠിക്കുവാനൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം ഒത്തിരി ദൈവവചനം വായിക്കുവാനും പഠിപ്പാനും അനേക സ്റ്റേജുകളിൽ കർത്താവിന്റെ തിരുവചനം സംസാരിക്കുവാനും ദൈവം എനിക്ക് കൃപ തന്നതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നല്ലവനാണ്. അവന്റെ പ്രവൃത്തി, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. അവനെ പോലെ നല്ലൊരു നായകൻ ഉലകത്തിലില്ല എന്ന് എനിക്ക് പറയുവാൻ കഴിയും. അങ്ങനെ കാലഘട്ടം മുമ്പോട്ട് കടന്നുപോയി. ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ നേരിടുവാനിടയായി. അങ്ങനെ ഏകദേശം 32 വർഷം കർത്താവിന്റെ വേലയുമായി ഞാൻ മുന്നോട്ട് കടന്നുപോയി. എന്റെ ഊരിന്റെ പ്രവർത്തകരെല്ലാം എനിക്ക് എതിരെ വന്നപ്പോൾ, എനിക്ക് അതേ പെന്തക്കോസുകാര് പെണ്ണുങ്ങളെ തരികയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊരിൽ തന്നെ നിന്ന് ഒരു സഹോദരി വിവാഹം കഴിപ്പാനിടയായി. ഞാനും എൻ്റെ വൈഫ് ജാനുവും എനിക്ക് 2 മക്കളുമുണ്ട്. അവരെ ഇപ്പൊ കർത്താവിന്റെ സന്നിധിയില് എന്റെ കൂടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. ദൈവം ഇത്രത്തോളം എന്നെ ജയോത്സവമായി നടത്തുന്നതോർത്ത് എന്റെ ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാലഘട്ടം കടന്നുപോയി. എണ്ണപ്പാറ പ്രദേശത്ത് +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഭൂതബാധയേറ്റു. കലശലായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അന്ന് മന്ത്രവാദികളും ആഭിചാരകന്മാരും ശുദ്രക്കാരും വിളിച്ചു വരുത്തി ആ കുട്ടിയുടെ ബാധ ഒഴിപ്പിക്കാൻ നോക്കി. ഏകദേശം 3 ദിവസമായി ഭക്ഷണം കഴിക്കാതെ ലക്ഷണം പറയുന്ന ഈ കുട്ടിയെ മന്ത്രവാദികളുടെ അടുക്കൽ കൊണ്ടുപോവുകയും മന്ത്രവാദികളെ വിളിച്ചു വരുത്തുകയും ചെയ്തപ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥനക്കാരനെന്ന് ഈ ജനത്തിന് മനസ്സിലായിട്ടും എന്നോടൊരു പ്രാർത്ഥനാ വിഷയം പറയാതെ അവർ മാറി മാറി മന്ത്രവാദികളെ കണ്ടപ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ദൈവം ജീവനുള്ള ദൈവമാണെന്ന് കർത്താവ് എന്നിലൂടെ പഠിപ്പിക്കുകയും എന്നിലൂടെ എൻ്റെ കർത്താവിന്റെ നാമം മഹത്വമെടുക്കുകയും ചെയ്യുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അന്ന്
ഏകദേശം ആ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രഭാതത്തിൽ 3:30 എനിക്കൊരു ഫോൺ കോൾ വന്നു. നിങ്ങൾ അവിടെയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. ഞാൻ വിചാരിച്ച RSSകാരും BJPക്കാരും എന്നെ വളയാൻ വേണ്ടി, എന്നെ അടിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആ തന്ത്രമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ അവർ 2-3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ പോയപ്പോൾ ഏകദേശം ആ വീട്ടിൽ കൂടിയിരിക്കുന്ന 100-ൽ പരം ആൾക്കാര് ആ കുട്ടിയുടെ ലക്ഷണം കേൾക്കാൻ അവിടെ വന്നിരിക്കുകയാണ്. എന്നെ കണ്ടപ്പാടെ ആ ഭൂതബാധയേറ്റ ആ കുട്ടി പറയുകയാണ്, ഞാൻ വിട്ടുപോകാം, പക്ഷേ ഈ 100-ൽ പരം ഉള്ള ഈ ആൾക്കാർ എന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. ഞാൻ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് അവൾ പറയുന്നത് ഞാൻ പരിദേവതയാണെന്ന്. അന്ന് യേശുവിന്റെ നാമത്തിൽ കീഴ്പ്പെടാൻ പറഞ്ഞു. ഞാൻ കൽപ്പിച്ചു കർത്താവിന്റെ നാമത്തിൽ വിട്ടുപോകണം. അപ്പോഴാണ് അവിടുത്തെ മൂപ്പന്മാർ എന്നെ തടഞ്ഞു പറഞ്ഞു, ഞങ്ങൾ പരിദേവത എന്ന് പറയുന്നത് ഞങ്ങൾ ദൈവമാണ്, അതിന് നിങ്ങൾ ഒഴിപ്പിക്കാൻ വരരുത് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ നിരാശനായി വീട്ടിലേക്ക് മടങ്ങി വന്നു. ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അന്ന് രാവിലെ അവർ അമ്പലങ്ങളിൽ കടന്നുപോയി, കാവുകളിൽ കടന്നുപോയി, ഉറുക്ക് ജപിച്ചു കെട്ടി അവർ കടന്നു വരുമ്പോൾ ഞാൻ എണ്ണപ്പാറ, എന്റെ സ്വദേശമായ എണ്ണപ്പാറയിൽ നിൽക്കുമ്പോൾ അവർ പുച്ഛത്തോടെ എന്നെ നോക്കി, എന്നെ കളിയാക്കി ചിരിച്ചു. എങ്കിലും ഞാൻ തളരാതെ നിന്ന് ദൈവത്തിന് വേണ്ടി എന്റെ കർത്താവിന്റെ നാമം ഉയരുമെന്ന് ഞാൻ വിശ്വസിച്ചു. പ്രിയമുള്ളവരെ, അന്ന് രാത്രി ഈ കുട്ടിക്ക് വീണ്ടും ഭൂതബാധയേറ്റു. വളരെ കലശലായി, ജീവിതത്തിലെ വാളെടുത്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങി, ലക്ഷണങ്ങൾ പറയാൻ തുടങ്ങി, ശക്തമായ ഭൂതബാധയേറ്റു. അന്ന് വൈകുന്നേരം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുണ്ടോ അവിടെ? ഞാൻ പറഞ്ഞു ഉണ്ട്. എന്റെ ആ സഹോദരിക്ക് വീണ്ടും ഭൂതബാധ ശക്തമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മന്ത്രവാദികളെ എല്ലാം വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞത്, ഞങ്ങൾ സകല മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ശുദ്രക്കാരെയും ഞങ്ങൾ വിളിച്ചു, പക്ഷെ അതിലൊന്നും ശമനം വന്നില്ല. അന്ന് ഏകദേശം വൈകിട്ട് ആ കുട്ടിയെ കെട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് ചെറ്റക്കുടിലായിരുന്നല്ലേ, ആ ചെറ്റക്കുടിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ആ ഭൂതം അവളുടെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനിടയായി. അന്ന് കണ്ടു നിന്ന എന്റെ മൂത്ത ചേച്ചി, ഒരിക്കലും യേശുവിനെ അംഗീകരിക്കാത്ത ചേച്ചി, അവള് എന്നോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഈ ഭൂതം വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞിട്ട് എന്റെ ചേച്ചി എന്നോട് കൂടെ നിൽക്കുവാനിടയായി. പ്രിയമുള്ളവരെ, എന്റെ മൂത്ത ചേച്ചി രക്ഷിക്കപ്പെടുവാൻ, അവരുടെ തലമുറ രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, അവരെ സ്നാനപ്പെടുത്തുവാൻ ഈ കരത്തെ കർത്താവിന്റെ ആത്മാവ് ബലപ്പെടുത്തുവാനിടയായി. പ്രിയമുള്ളവരെ, ദൈവം എത്ര ശ്രേഷ്ഠമായ ദൈവമാണ്. അവനെ പോലെ നല്ലവനായ കർത്താവ് ആരുണ്ട് ഉലകത്തില്? ഞാൻ ചോദിക്കുകയാണ്, ലോകത്തിൽ ഏതെങ്കിലും ദൈവങ്ങളുണ്ടോ യേശുവിനെ വെല്ലുവിളിക്കുവാൻ കഴിവുള്ള ചങ്കൂറ്റമുള്ള ഏതെങ്കിലും ദൈവങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പ്രിയമുള്ളവരെ, യേശു എന്ന നായകൻ എന്റെ മൂത്ത ചേച്ചിയെ കർത്താവ് തൊടുവാനിടയായി. അന്ന് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. രണ്ടാമത്തെ ചേച്ചി രോഗക്കിടക്കയിൽ ആയിരുന്നിട്ടും രോഗം ശമനമില്ലാതെ എല്ലാ ഹോസ്പിറ്റലുകളും കൊണ്ടുപോയി ചികിത്സിച്ച് ഭേദമാകാത്ത രോഗങ്ങൾ അവളെ അലട്ടുവാനിടയായി. അന്ന് ഞാൻ പ്രഭാതത്തിൽ കടന്നുപോയി പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥന സ്ഥലത്ത് നിങ്ങൾ എന്റെ ചേച്ചിയെ കൊണ്ടുവരണമെന്ന് ആ വീട്ടുകാരോട് ഞാൻ എന്റെ മരുമക്കളോടൊക്കെ ഞാൻ പറയുവാനിടയായി. അന്ന് ഏകദേശം 10 മണിയാകുമ്പോൾ എന്റെ ചേച്ചി ദൈവസഭയിലേക്ക് വന്നത് വടിയും കുത്തിയിട്ടാണ് കടന്നു വന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ വടിചാടി കർത്താവിൽ സൗഖ്യം പ്രാപിച്ച് ദൈവത്തിന്റെ തേജസ് അവരുടെ മേൽ വ്യാപരിച്ച് വെളിച്ചമേകി എന്റെ കർത്താവ് പ്രിയ സഹോദരിയെ സൗഖ്യമാക്കി. അന്ന് തൊട്ട് എന്റെ സഹോദരി പറഞ്ഞു, യേശുവാണ് ദൈവം എന്ന് പറഞ്ഞിട്ട് എന്നോട് കൂടെ നിൽപ്പാനിടയായി. മൂന്നാമത്തെ ചേച്ചി എന്ന് പറയുന്നത്
എന്നെ പഴയ ആ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ രാത്രിയാമങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ ഉപവാസം ഇരിപ്പാനിടയായി. ഒരുപാട് നേർച്ച കാഴ്ചകൾ എനിക്ക് വേണ്ടി കൊടുക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഞാനിത് അറിഞ്ഞിട്ട് എന്റെ മാതാവിനും എന്റെ ഇളയ സഹോദരിക്കും വേണ്ടി ഞാൻ 40 ദിവസം ഉപവാസം ഇരിപ്പാനിടയായി. അന്നത്തെ കാലഘട്ടത്തിലെ ഉപവാസം അതെ ഇന്ന് ചെയ്യുന്നത് പോലെയല്ല. അന്ന് വെള്ളം കുടിച്ചിട്ട് ഞാൻ ഏകദേശം 7 ദിവസം 7 പ്രാവശ്യം ഇരുന്നു. 21 7 പ്രാവശ്യം ഇരുന്നു. അങ്ങനെ 7 3 ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് ഒരുപാട് ജനത്തെ കർത്താവിന്റെ സന്നിധിയിൽ ഉറപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. എന്റെ മാതാവിനെ എന്റെ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി. അന്ന് 40 ദിവസത്തെ ഉപവാസത്തിൽ 37-ാം ദിവസം എന്റെ അയൽവാസിയായിരിക്കുന്ന ഒരു സഹോദരി എന്നെ കാണുവാൻ കടന്നു വന്നു. ഞാൻ എല്ലും തോലായി മാറിയപ്പോൾ എന്റെ മാതാവിനോട് ഈ സഹോദരി പോയി പറഞ്ഞു, നാരായണൻ മരിക്കാൻ പോകുകയാണ്, നിങ്ങൾ ഒരു നോക്കാൻ നിങ്ങൾ പോയില്ലേ എന്ന് ചോദിച്ചു. എന്റെ മാതാവ് ഏറ്റവും കൂടുതൽ എനിക്ക് അനുകൂലമുണ്ടെങ്കിലും യേശു എന്ന ബന്ധത്തില് അവരൊരിക്കലും മുന്നോട്ട് കടന്നു വരികയില്ലായിരുന്നു. അങ്ങനെ ഈ മാതാവ് ഇത് കേട്ടിട്ട് എന്റെ വീട്ടിലേക്ക് മാതാവ് കടന്നു വരുവാനിടയായി. എന്നെ കണ്ടപ്പാടെ എന്റെ മുഖത്ത് നോക്കി കരയുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് നല്ലൊരു സന്മനസ്സുണ്ടെങ്കിൽ, ഉപവാസം ഇരിക്കുവാൻ കഴിവുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, ഇന്ന് പകലിൽ ഈ രാത്രിയാമങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഇന്ന് വരെയും ആത്മാക്കളെ നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മാക്കൾ കൂട്ടത്തോടെ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി തീർക്കുമെന്നു ഉള്ള കാര്യത്തിൽ ഇരുപക്ഷമില്ല, ഒറ്റപക്ഷമാണ്. പ്രിയമുള്ളവരെ, അന്ന് മാതാവ് രക്ഷിക്കപ്പെടുവാനിടയായി. ഈ 40 ദിവസം വെള്ളം കുടിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ദൈവം. നീ സേവിക്കുന്ന ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞിട്ട് എന്റെ മാതാവ് എന്റെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയായി. അങ്ങനെ എന്റെ സഹോദരി വന്ന് എന്റെ മുമ്പിൽ മുട്ടുമടക്കുവാനിടയായി. രണ്ടുപേരെയും സ്നാനപ്പെടുത്തുവാൻ ഈ കരത്തെ കർത്താവ് ബലപ്പെടുത്തുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് നല്ലവനായ ദൈവമാണ്. യോശുവ പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവത്തിന് ഒരിക്കലും ആരെയും ഉപദ്രവിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആയതിനാൽ ഇന്ന് പകലിൽ ഈ രാത്രിയില് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളവിടെ ഇടപെടുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾ വിശ്വസ്തത പാലിക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. എന്റെ 4 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവരെ എന്നെ ജീവനതുല്യം അവർ സ്നേഹിച്ചു. അവരെല്ലാം യേശുവിനെ അംഗീകരിപ്പാനിടയായി. അങ്ങനെ ഞങ്ങൾ കുടുംബമായി എന്റെ യേശുവിന്റെ സന്നിധിയിലാണ്. ഒരൊറ്റ വ്യക്തി പോലും പുറത്തില്ല. എന്റെ സഹോദരിമാരും അവരുടെ മക്കളും അവരുടെ കുഞ്ഞുങ്ങളും മറ്റ് കർത്താവിന്റെ സഹോദരങ്ങളും അവരുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ വേലയിലുമുണ്ട്. ഞാൻ ഞാൻ കർത്താവിന്റെ വേല ചെയ്തിട്ട് അവരാരും നഷ്ടമാകുവാൻ ദൈവം ഇടയാക്കിയില്ല. അവരെല്ലാവരും ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയില് ദൈവദാസിമാരായി അവർ കർത്താവിന്റെ ആയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായി എന്നും എന്നെ പുലർത്തുന്നതോർത്ത് എന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഏകദേശം 7ഓളം സഭകളെ സ്ഥാപിപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. എല്ലാ ആദിവാസികളുടെ ഇടയിലാണ് പ്രവർത്തനം. ആറളം ദൈവസഭയിലെ ആറളം എന്ന് പറഞ്ഞ ഇരുട്ടി ഭാഗത്ത് ഏകദേശം 100ഓളം ആദിവാസികളെ നേടുവാൻ ദൈവം സഹായിച്ചു. വയനാടിന്റെ പ്രദേശത്ത് ഏകദേശം ഒറ്റ പ്രസംഗത്തിന് 34 പേര് രക്ഷിക്കപ്പെടുത്തുവാനും സ്നാനപ്പെടുത്തുവാനും ദൈവം സഹായിച്ചു. മന്ത്രവാദികൾ അടിയറു പറഞ്ഞു. എന്റെ കർത്താവ് നീതിമാനായ ദൈവം എന്നോട് കൂടെ ഇരുന്നു, അവൻ പ്രവർത്തിച്ചു. ആത്മാക്കൾ കൂട്ടത്തോടെ രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി.
കർത്താവ് പറയുന്നുണ്ടല്ലോ, കർത്താവ് പറയുന്നത്, നിങ്ങൾ ദരിദ്രന്മാരെ ദൈവം കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തിയ ദൈവം, ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തിയ ദൈവം, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഒരു 8 മാസം മുമ്പ് ഞാൻ കരള് രോഗത്താലോ ഞാൻ ഭാരപ്പെട്ടു. ഞാൻ രോഗത്താൽ പിടിപെട്ട് മരണക്കിടക്കയിലായിരുന്നു. എന്റെ ചികിത്സ ഡോക്ടർമാർ പറഞ്ഞു, ഇയാളിനി അധികകാലം ജീവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ സഹോദരങ്ങളോടും എന്റെ കുടുംബത്തോട് അവരെ പറയുവാനിടയായി. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ഒത്തിരി ജനങ്ങൾ, ദൈവമക്കൾ, ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഏകദേശം 3 സർജറി കഴിഞ്ഞു. ഏകദേശം 14 ലക്ഷം രൂപയോളം അതിന് ചെലവായി. എന്നിട്ടും ഒത്തിരി കടങ്ങൾ ബാക്കിയുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. ഈ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് ഏകദേശം 6 ലക്ഷത്തോളം രൂപ എനിക്ക് കടമുണ്ട്. ഈ രോഗത്തിന്റെ വ്യാപ്തി ഭയങ്കരമായിരുന്നു. എങ്കിലും കർത്താവിന്റെ ആത്മാവ് എന്റെ കൂടെ ഇരുന്ന് എന്റെ ജീവനെ തൊടാതെ വണ്ണം, ആമേൻ, എന്റെ പ്രാണനെ ചോദ്യം ചെയ്യാതെ വണ്ണം ദൈവാത്മാവ് സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. യോബ് പറഞ്ഞതുപോലെ സ്തോത്രം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കുമെന്ന തിരുവചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ പ്രവൃത്തിയെ വീണ്ടും വർണ്ണിക്കുവാൻ എന്റെ നാവുകൾക്ക് അധികാരം നൽകേണ്ടതിന് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. ഈ 7 സഭകളിലും ദൈവദാസന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. പക്ഷേ അവിടെയൊന്നും ഒരു സപ്പോർട്ട് കൊടുക്കുവാൻ കഴിയാതെ ഞാനിപ്പോ ഭാരപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നിലമ്പൂർ 8 മാസം മുമ്പ് നിലമ്പൂരിൽ നിന്ന് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ അസുഖം എന്നെ ബാധിച്ചതായി എനിക്ക് അറിയുവാൻ കഴിഞ്ഞത്. അന്ന് കലശലമായ പ്രശ്നങ്ങള്, വയറുവേദനകള്, ഛർദികൾ തുടങ്ങി. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അന്ന് ഞാൻ വയറ് വീർത്ത് നീര് വെച്ച് വല്ലാത്ത അവസ്ഥയിലായി, ശ്വാസം ബന്ധായി. ലോകക്കാർ മുഴുവനും പറഞ്ഞു ഇനി അയാളെ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് പെട്ടെന്ന് എമർജൻസി കേസായതുകൊണ്ട് മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് എന്നെ മാറ്റി. ഇവിടെ മാറി മാറി എന്നെ ചികിത്സിച്ചു. അവസാനം ഫാദർ മുള്ളൂർ എന്ന ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. എന്റെ ക്രിയാറ്റിനേറ്റ് ഭയങ്കര കൂടി. എന്റെ അവയവങ്ങളെല്ലാം രോഗത്താൽ ഭാരപ്പെടുവാനിടയായി. എങ്കിലും അതിനെല്ലാം തരണം ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ പുത്തൻ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ലേലിയ മരണക്കണക്ക് ഞാൻ കണ്ടവനാണ്. എന്റെ ശരീരത്തിൽ റീത്തി വെക്കുന്നത് ഞാൻ കണ്ടതാണ്. ദർശനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുകയാണ്. പക്ഷേ ഒരു ദൈവദാസൻ എന്നോട് എന്റെ സഹോദരനോട് വിളിച്ചു പറഞ്ഞു, ശത്രു അയാൾ തൊട്ടിട്ടുണ്ടെങ്കിലും അവരുടെ പ്രാണനെ ശത്രുവിനെ തൊടുവാൻ അധികാരമില്ല. അയാൾ ജീവിക്കും, ഇനിയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും, കർത്താവിന്റെ ശുശ്രൂഷയിൽ ഇനിയും മുന്നോട്ട് കടന്നു പോകുമെന്ന് ദൈവദാസൻ വിളിച്ചു പറയുവാനിടയായി. അന്ന് തൊട്ട് ഞാൻ ചില സ്വപ്നങ്ങളും ദർശനങ്ങളും കാണുവാനിടയായി. ഞാൻ വളരെ ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. കർത്താവേ, എനിക്ക് നല്ല പ്രത്യാശയുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇന്ന് മരിച്ചാലും ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ എത്തുമെന്ന് നല്ല പ്രത്യാശ എനിക്കുണ്ട്. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ കർത്താവിന് വേണ്ടി നിന്നത് കൊണ്ട് പലരും എന്നെ ഒറ്റപ്പെടുത്തി, അനേകർ എനിക്ക് എതിരെ പ്രവർത്തിച്ചു. ഒരു സ്ഥലത്ത് ഒരു കോളനിയിൽ ഞാൻ വർക്കിന് കടന്നുപോയപ്പോൾ വർക്ക് ശക്തമായി എന്ന് കണ്ടപ്പോൾ അവിടെയുള്ള ജനക്കൂട്ടങ്ങൾ ഒരു 200-ൽ പരം ആൾക്കാരെ എന്നെ ഉപദ്രവിക്കുവാൻ വേണ്ടി കാസർഗോഡ് ജില്ലയിൽ നിന്ന് അനേകർ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി കടന്നു വന്നു. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൂക്ഷിച്ചു. അവർക്ക് എന്നെ കൊല്ലാമായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും അത് സമ്മതിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയപ്പെട്ടതായ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ദൈവമേ ഇന്ന് പകലിൽ എന്നോട് ആത്മാർത്ഥമായി മനസ്സലിയണമേ എന്ന് ആത്മാർത്ഥമായി എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും?
ആ 7 സഭകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുക. കാസർഗോഡ് ജില്ലയിലെ മാവിലൻ എന്ന സമുദായത്തിൽ നിന്ന് 89 കർത്താവിനെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ആരും എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് അനേക ജീവിതങ്ങൾ ക്രിസ്തുവിനെ അംഗീകരിച്ച് ദൈവം മുമ്പാകെ നിൽക്കുന്നത് കാണുമ്പോൾ വളരെയേറെ ഞാൻ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് 2 ഭാഷകളുണ്ട്. ഒന്ന് മലയാളം, ഞങ്ങൾ ഉപയോഗിക്കുന്ന, ഞങ്ങൾ മാതാപിതാക്കളോട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. അതിന് മാവിലൻ തുളു എന്നാണ് പറയുന്നത്. അതില് ഒത്തിരി പാട്ടുകൾ എഴുതുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ സ്വാഗതം ചെയ്ത ഷേർലി ആന്റിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അവർ നിങ്ങൾക്ക് അത് ഇട്ടുതരും. നിങ്ങളെ അഭിപ്രായം നിങ്ങള് അറിയിക്കുമല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. വളരെ ശക്തമായി ഈ കാലഘട്ടത്തിൽ എല്ലാ കോണുകളിലും കർത്താവിന്റെ വേലയുമായി കടന്നു പോകുവാൻ നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. ഒത്തിരി എതിർപ്പുകളും BJP-ക്കാരും RSS-കാരും എതിർപ്പുകൾ എനിക്കെതിരെ ഉണ്ടെങ്കിലും കർത്താവിന്റെ വേലയിൽ ഞാൻ ശക്തമായി പ്രവർത്തിക്കേണ്ടതിന് എന്നെ കേൾക്കുന്ന ഈ സൂം മീറ്റിംഗിൽ ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരെ നേടുവാൻ വീണ്ടും ഞാൻ പുത്തൻ ജീവൻ തന്ന് വീണ്ടും കർത്താവിനെ ഉയർത്തിയിരിക്കുകയാൽ എന്റെ ദൈവത്തെ ഞാൻ വാഴ്ത്തുകയാണ്. ദൈവം അവൻ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ശ്രേഷ്ഠമായ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തെടുക്കേണ്ടതിന് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയെ ചരണത്തിൽ ഞാൻ ചോദിക്കുകയാണ്. മാത്രമല്ല, ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പാടിയ പാട്ട് ഞാൻ രോഗക്കിടക്കയിലായിരുന്നപ്പോൾ കർത്താവ് നൽകിയ വരികളാണ്. ആ വരികൾ അത് പാട്ടായി ജീവനായി സ്തോത്രം ദൈവത്തിന്റെ ആത്മാവിൽ നിറയുന്നു. അതിന്റെ ഈണ് നൽകി പാടുവാനൊക്കെ ദൈവം കൃപ തന്നു. ഇത്രത്തോളം സമയം കർത്താവിന്റെ സന്നിധിയിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി പ്രബോധനങ്ങൾ നിങ്ങളോട് വിളംബരം ചെയ്യുവാനുണ്ട്. ഒത്താൽ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിട്ട് സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും നയിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. എന്നെ വെളിപ്പെടുത്തേണ്ടതിന്, എനിക്ക് കർത്താവിന് വേല ചെയ്യേണ്ടതിന്, എന്റെ രോഗശമനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി അപേക്ഷിച്ചുകൊണ്ട് സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ദാസൻ മാത്യു ഉമ്മൻ സാറിനും എന്നെ സ്വാഗതം ചെയ്ത ഷേർലി ആന്റിക്കും ഈ പ്ലാറ്റ്ഫോമിൽ ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ അവസരത്തിന് കർത്താവ് ഈ അവസരമൊരുക്കിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എളിയ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.